ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മീനാക്ഷിയെ രക്ഷിക്കാനായിട്ട് കുറ്റം ചെയ്തത് ആരാന്ന് വെച്ചാൽ ആ ജിതിനെയൊക്കെ പിടിച്ചും കൊണ്ട് ആകാശും പിന്നെ ബാലനും എല്ലാവരും കൂടെ സ്റ്റേഷനകത്തേക്ക് കയറി വരുവാണല്ലോ. കൂടെ പത്രക്കാരും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ തന്നെ എസ് പിക്ക് നല്ല ദേഷ്യം വരണുണ്ട്. ഇവരെയൊക്കെ എന്തിനാണ് നീ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്? അനുവാദം ഇല്ലാതെ പോലീസ് സ്റ്റേഷനകത്ത് കയറാൻ നിനക്ക് ആരാ അനുവാദം തന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശരിക്കും ചൂടാവുക കേട്ടോ. അപ്പം തന്നെ ആകാശ് പറയാം, സാറേ ഈ നിൽക്കുന്ന മീനാക്ഷി കൊണ്ടുപോകാനാണ് നമ്മൾ വന്നത്. ഈ മീനാക്ഷി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളുമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ല അത് എന്തേ മനസ്സിലായില്ലേ? കാണണോ സാറിന്? എനിക്ക് നിങ്ങളുടെ കാര്യങ്ങളൊന്നും കേൾക്കണ്ട. കോടതി തെളിയിക്കും. കോടതിയല്ല, ഞങ്ങൾ ഇവിടെ തന്നെ തെളിയിക്കും. ഇവിടുന്ന് തന്നെ മീനാക്ഷി കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, സാറേ പിള്ളേർക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ അതങ്ങോട്ട് കേൾക്ക്. അത് കഴിഞ്ഞിട്ട് പോരെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇല്ലെങ്കിൽ ഇപ്പോൾ പത്രക്കാരും ഒക്കെ ആയിട്ട് നാട്ടുകാരും മൊത്തം എടുത്തിട്ട് അലക്കണോ? അതിലും നല്ലത് അവർ പറയുന്ന കേൾക്കല്. നിനക്ക് എന്തൊക്കെയാടാ പറയാനുള്ളത്? പറഞ്ഞോ. അപ്പോഴാണ് ആര്യനോ ആകാശം കൂടെ പറയുന്നുണ്ട്, കുറ്റം ചെയ്ത് ആരാണ് അവരെയല്ലേ പിടിക്കേണ്ടത്? തെറ്റ് ചെയ്യാത്ത ഇത് മീനാക്ഷി പിടിച്ചിവിടെ കൊണ്ടിടേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിൽക്കുന്ന ജിതിൻ എന്ന് പറഞ്ഞ ഇവനാണ് ഇതിനെല്ലാത്തിനും ആണിക്കല്ല്. അപ്പം തന്നെ എസ് പി ആകെ ഒന്ന് ചമ്മ കേട്ടോ. കൃഷ്ണമംഗലത്ത് കാര്യം ഇവനും കൂടെ ചേർന്നാണ് ഈ പണി ചെയ്തത്. എടാ, കൃഷ്ണമംഗലത്ത് കാര്യം എന്തിനാ ഇങ്ങോട്ട് പിടിച്ച് വലിച്ചഴിക്കുന്നത്? അപ്പം തന്നെ ബാലൻ ചോദിക്കുന്നുണ്ട്, സാറേ സാറിന് അവരെ പറഞ്ഞപ്പോൾ എന്തിനാ ഇത്ര തട്ടുന്നത്? അവരെ രക്ഷിക്കാൻ വല്ല പുറപ്പാടും ഉണ്ടോ? എനിക്കെന്താ തട്ടുന്നത്? എനിക്കൊന്നുമില്ല. പിന്നെ ഈ നിൽക്കുന്നവൻ പറയും സത്യാവസ്ഥ. പറയടാ. അതിനു മുമ്പേ ഒരു ഫോൺ കോളും റെക്കോർഡിങ്ങും കൂടെ ഞാനങ്ങ് കേൾപ്പിച്ച് തരാം. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങാം, അതല്ലേ നല്ലത്? അപ്പോഴാണ് ആകാശ് ആ ഫോണിൻ്റെ റെക്കോർഡിങ്സ് അങ്ങ് ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് ഇയാൾ ആദ്യം ആകാശിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആകാശേ ഞാൻ വീണ മാഡത്തിൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ എന്തായാലും വീടിൻ്റെ അമ്പലമുക്ക് വഴി പോകുന്നുണ്ട്. ഞാൻ വീട്ടിൽ ഇത് ഏൽപ്പിച്ചേക്കാം. ആകാശിന് ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വരണ്ട എന്നുള്ളത്. അവിടെ മുതൽ അപ്പം തന്നെ ഇത് കേൾക്കുമ്പോൾ മീനാക്ഷി അന്തം വിട്ട് നിൽക്കുക കേട്ടോ. എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് അറിയില്ലല്ലോ. കാരണം ആകാശാണ് തന്നെ ചതിച്ചതെന്ന് വിശ്വസിച്ച് നിൽക്കുകയല്ലേ. അപ്പോൾ ഈ ഒരു റെക്കോർഡിംഗ് കൂടെ കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ആകാശ്, ബാക്കി നീ തന്നെ പറയടാന്ന്. അങ്ങനെ അയാൾ പറഞ്ഞിട്ട്, സാറേ ഈ നിൽക്കുന്ന മീനാക്ഷി ഒരു തെറ്റുകാരിയല്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. മീനാക്ഷി ചതിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഓഫീസിൽ നിന്ന് തന്നെ ഉള്ള ആൾ തന്നെയാണ് ചതിച്ചത്. പിന്നെ കൃഷ്ണമംഗലത്തുകാരും ഉണ്ട്. എങ്ങനെയാണ് സംഭവം നടന്നത് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കടാന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ അത് മീനാക്ഷിക്കും എന്തോ അത്യാവശ്യമായിട്ട് 25,000 രൂപ ആവശ്യമുണ്ടെന്നുള്ളത് ഓഫീസിൽ നിന്ന് വീണാ മാഡത്തിനോട് പറയുന്നത് ഓഫീസിലെ പിയൂണായ ശരത്ത് കേട്ടിരുന്നു. അയാൾ നേരെ അത് അച്യുതനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണമംഗലത്തെ. ബാക്കിയെല്ലാം കൃഷ്ണമംഗലത്തെ അച്യുതനാണ് പ്ലാൻ ചെയ്തത്. ഓ അത് ശരി. ബാക്കിയെല്ലാമെന്ന് പറഞ്ഞാൽ അല്ല, ബാക്കി അവിടുന്ന് അങ്ങോട്ട് പൈസ കൊണ്ടുവന്നതും ഇങ്ങനെ ആൾമാറാട്ടം നടത്തിക്കൊണ്ട് വിജിലൻസിനെ ഏൽപ്പിച്ചതും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പം സാറിന് പിടികിട്ടിയല്ലോ സത്യാവസ്ഥ. ഇനി ഇവനെ പിടിച്ചകത്തിട്, ബാക്കി ഞങ്ങൾ ഏറ്റോളാം സാറേ. പിന്നെ അങ്ങനെ വല്ല ഇടാനൊന്നും ഭാവം ഇല്ലെങ്കിൽ സാറും കൂടി ഇതിൽ കുടുങ്ങുന്നത് ഞങ്ങൾ കാണിച്ചു തരട്ടെ എന്നിങ്ങനെ ഇവർ ചോദിക്കാട്ടോ. അങ്ങനെ അയാൾക്ക് വേറൊന്നും നടപടിയില്ല. ഇതിനിടയ്ക്ക് ആകാശി മീനാക്ഷിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മീനാക്ഷി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. മീനാക്ഷിക്ക് സങ്കടം സഹിക്കാനാവില്ല. എന്നിട്ട് പറയാനുണ്ട്, ഇടി പൊട്ടിക്കാളി, നിനക്ക് എന്നെ അറിയില്ലേ? ലോകത്ത് ആരെയൊക്കെ ഞാൻ ചതിച്ചാലും നിന്നെ ഞാൻ ചതിക്കൂടി. അതും ഇങ്ങനെയൊരു കാര്യത്തിന് നീ എന്താ അതെന്നെ വിശ്വസിക്കാത്ത? സോറി ആകാശ എന്നും പറഞ്ഞിട്ട് ആകാശിനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ മിത്ര അങ്ങോട്ട് വന്നിട്ട് പറയണ്ട, മതി ആകാശേട്ടാ, ഇത് പോലീസ് സ്റ്റേഷനാണ്. റൊമാൻറ്റിക്കൊക്കെ അങ്ങ് വെളിയിൽ മതി കേട്ടോ. ഇവിടെ ഇത്രയൊക്കെ റൊമാൻസ് മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ വല്ലാത്തൊരു നാണത്തോടു കൂടി അങ്ങനെ അവിടെ നിന്ന് നേരെ മീനാക്ഷി റിലീസ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ വീട്ടിലുള്ളവർ. അവിടെ കാത്തു നിൽപ്പുണ്ട് നമ്മുടെ ഗോമതിയൊക്കെ. ഇവർ കാറിൽ വന്നിറങ്ങണതും ഗോമതിയും നമ്മുടെ അനുമോളും ശ്രീദേവിയൊക്കെ ഓടി വരുവാട്ടോ. വന്ന് മീനുവിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അയ്യോ മീനു മോളെ, നിനക്കിങ്ങനെ സംഭവിച്ചല്ലോ. എന്നാലും ഈ കൃഷ്ണമംഗലത്ത് കാര്യം ചെയ്തത് ശരിയാണോ? സാരിയില്ലമ്മേ, പോട്ടെ, വിട്ടുകളയാനോ? അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല. എത്രമാത്രം ചതിയും വഞ്ചനയും അവർ ഞങ്ങളോട് കാണിച്ചത്. ഇനിയും വിട്ടുകളയാൻ പറയണത് ശരിയാണോ? ഞാൻ അങ്ങോട്ട് പോയി 2 പറഞ്ഞിട്ട് വരട്ടെ. അതിന് മുമ്പേ മീനാക്ഷിയെ മൊത്തത്തിലൊന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മീനാക്ഷിക്ക് കാര്യം മനസ്സിലായി. അമ്മേ, പോലീസുകാരനെ ഇടിക്കുക ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ വിചാരിച്ച് പേടിക്കണ്ട കേട്ടോ. എന്തായാലും നീങ്ങി വന്നല്ലോ, സമാധാനമായി. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സത്യസന്ധമായി നടക്കുന്ന ഒരാളെ എന്തിനാമേ പേടിക്കുന്നത്? അതുകൊണ്ട് എനിക്ക് പേടിയുണ്ടായില്ല. അതൊക്കെ പോട്ടെ ബാലേട്ടാ, ഞാനിന്ന് കൃഷ്ണമംഗലത്തേക്ക് പോയി അവിടെ എൻ്റെ സഹോദരങ്ങളെന്ന് പറഞ്ഞ 2 പേരുണ്ടല്ലോ, പിന്നെ വേറൊരുത്തൻ അലോക്, 2 പറഞ്ഞിട്ട് എനിക്ക് വരണം. ചുമ്മാ ഇവിടെ മിണ്ടാതിരിക്കാൻ പറ്റുമോ? നമ്മളെ ഇത്രയൊക്കെ തീ തീറ്റിച്ചിട്ട്. അങ്ങനെ ഗോമതി ചാടിത്തുമിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ബാലൻ തടയാട്ടോ. ഗോമതി നിൽക്ക്, നീ ഇപ്പം എന്തായാലും അങ്ങോട്ട് പോകണ്ട. എന്താ ബാലേട്ട ഇങ്ങനെ പറയണത്? എന്നോടല്ലേ പറഞ്ഞ് പോകണ്ടെന്ന്?
കൊള്ളാം, വീട്ടിലൊരു ഇത്രയും വലിയ അനർത്ഥം നടന്നിട്ട് ചോദിക്കണ്ടെന്നാണോ പറയുന്നത്? ചോദിക്കണ്ട, തൽക്കാലം നീ ഇപ്പം മീനാക്ഷിയെ വിളിച്ച് അകത്തേക്ക് കയറി ചെല്ല്. ഞാനേ പോവാ. എങ്ങോട്ട് പോകുന്നു? കടയിലേക്ക്, ഗോമതി സ്റ്റോറിലേക്ക്. ആ ധർമ്മ, ആകാശേ വാ, നീ ഞങ്ങളോട് വാ. പിന്നെ ആര്യ, കുറച്ച് പച്ചക്കറിയുടെ ലോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എടുക്കാനുണ്ട്, നീയും കൂടെ ഞങ്ങളോട് വന്നേ. ആ കൊള്ളാം, മക്കളെയും മരുമോനെയും ഒക്കെ വിളിച്ചും കൊണ്ട് നേരെ കടയിലേക്ക് പോവുക അല്ലേ ബാലേട്ടൻ? അത് ശരി, സ്വന്തം വീട്ടിൽ സ്വന്തം മകൾക്ക് ഒരാവശ്യം വന്നപ്പോഴത്തേക്കും അത് ചോദിക്കാൻ പോകാനൊന്നും ബാലേട്ടന് വയ്യ അല്ലേ? എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന്. 2 ദിവസം തീ തിരിച്ചതും പോരാ, ഇത്രയും വലിയൊരു ചതി ചെയ്തതും പോരാ, ഒരു വാക്ക് പോലും അവരോട് ചോദിക്കാണ്ട് അവരെ വെറുതെ വിടാനോ? എന്തൊക്കെയാ ബാലേട്ടൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്? ദേ ഗോമതി, നീ അവളെ വിളിച്ചോണ്ട് പോ. അപ്പോൾ മീനാക്ഷി പറഞ്ഞിട്ടുണ്ട്, അമ്മ ഒന്ന് സമാധാനപ്പെട്, ഇങ്ങോട്ട് കയറി വാ. കൊള്ളാം, എന്നാലും ബാലേട്ടൻ ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നും പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നുണ്ടോ അവർ. അപ്പം തന്നെ അകത്തിരുന്നും കൊണ്ട് വീണ്ടും ഗോമതിയുടെ ദേഷ്യം അങ്ങോട്ട് പുറത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഗോമതിയാണെങ്കിൽ അവിടെ ഇരുന്നും കൊണ്ട് പൊനം പറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം എന്നാലും ബാലേട്ടൻ എന്താ ഇങ്ങനൊരു സ്വഭാവം? ഈ പണ്ടൊക്കെ അങ്ങനെയല്ല, എന്തേലും പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് ചാടിപ്പോവും കൃഷ്ണമംഗലത്തുകാരത്ത് അടിയുണ്ടാക്കാനും ചോദിക്കാനും. ഇപ്പം ഇത്രയും വലിയ സംഭവം വീട്ടിലുണ്ടായിട്ടും ഒരു വാക്ക് ചോദിക്കണ്ടേ? ആ ലോകിനെ ഇങ്ങനെ വിട്ടാൽ പറ്റുമോ? എന്നാലും കൊള്ളാം, അച്ഛനാണത്രേ അച്ഛൻ. അപ്പോൾ തന്നെ നമ്മുടെ അനുമോൾക്കും മിത്രയ്ക്കൊക്കെ നല്ല ചിരി വരുന്നുണ്ട് കേട്ടോ. അതേ അപ്പച്ചിയൊന്ന് അടങ്ങ്, സമാധാനപ്പെട്. ഇപ്പോൾ ഒരു പ്രശ്നം അടങ്ങിയതല്ലേ ഉള്ളൂ, ഇനി പോയി അവരെ പോയി തല്ലിയോ എടുക്കുകയും ചെയ്ത് അടുത്ത് വേറൊരു കേസോ പ്രശ്നത്തൊക്കെ ഉണ്ടാവില്ലേ? തല്ലാനും അടിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ. ചെന്ന് ചെയ്ത തെറ്റ് നമ്മൾ അറിഞ്ഞു എന്നുള്ളതിന് അതിന് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് സംസാരിക്കണ്ടേ മീനാക്ഷി എന്ന് ചോദിക്കുക കേട്ടോ. അപ്പം മീനാക്ഷി പറയുന്നുണ്ട്, എൻ്റെ അമ്മേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്താൽ ഈ ഇത് അവസാനിക്കുമോ എന്ന് ഇങ്ങനെ തന്നെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കത്തില്ലേ ഉള്ളൂ. അത് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് പറയണത് സമാധാനത്തോടു കൂടി ഇരിക്കാൻ. അച്ഛൻ വേണ്ടത് ചെയ്യും, അച്ഛൻ വേണ്ടത് ചെയ്യും. കണ്ടില്ലേ, മക്കളെയും എല്ലാവരെയും വിളിച്ചും കൊണ്ട് ഗോമതി സ്റ്റോറിൽ കട തുറക്കാൻ പോയിരിക്കണം. എനിക്കാണെങ്കിലേ ദേഷ്യം വന്നിട്ട് വയ്യ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഗോമതി അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമ്മുടെ ബാലൻ ആര്യനെയും ആകാശിനെയും ധർമ്മനെയും കൂടെ വിളിച്ചുകൊണ്ട് പോയത് എങ്ങോട്ടാന്ന് വെച്ചാലേ അച്യുതൻ്റെ ആ ഒരു പണിസ്ഥലത്തേക്കാട്ടോ. അവിടെ അച്യുതനും അതുപോലെ നമ്മുടെ അലോകും ഇവിടെ ഉണ്ടല്ലോ. അവിടെ ചെന്നിട്ട് ആ സമയത്ത് ശരത്ത് ഓടി അവിടെ എത്തിയിട്ടുണ്ട്. പിയൂണ് സാറേ കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാക്കി, അയാളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്, നമ്മളാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയുകയും ചെയ്തു. ഇനിയിപ്പോൾ ഈ ദേവമംഗലത്തുള്ളവർ അടങ്ങിയിരിക്കുന്നു തോന്നുന്നില്ല. ആഹാ, അത് ശരി, അവൻ എന്തിനാ ഇപ്പം അങ്ങനെ തുറന്നു പറയാൻ പോയത്? സാറേ ഇതിപ്പോൾ എനിക്കും കൂടെ പ്രശ്നമാവും, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടടാ, നിൻ്റെ രോമത്തിൽ തൊടാൻ പോലും ഞങ്ങളവന്മാരെ സമ്മതിക്കത്തില്ല എന്നിങ്ങനെ ശരത്തിനോട് പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പേ ശരത്തിന് ആദ്യം ചവിട്ട് കിട്ടാട്ടോ. ബാലൻ അങ്ങോട്ടൊന്നൊരൊറ്റ ചവിട്ടാണ്. പിന്നെ തൊട്ട് പിറകെ നമ്മുടെ അലോകും അച്യുതനും കൂടെ, ഡാ നീ തങ്ങളെ തല്ലിയോ? എന്തിനാടാ നീ തല്ലിയെന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് ബാലനോട്, ആര്യനും ആകാശം ധർമ്മനും അല്ലേ വിട്ടുകൊടുക്കോ? തുടങ്ങി അങ്ങോട്ട് കേട്ടോ, പൊരിഞ്ഞ അടി വിടുന്നില്ല. അവിടെ നിന്ന് ജോലിക്കാർക്ക് പോലും അടി കിട്ടുന്നുണ്ട്. ബാലനാണെങ്കിലും എടാ കുടുംബത്തിൽ കയറി കളിക്കുന്നോടാ, എൻ്റെ വീട്ടിൽ കയറി ഇത്രയൊക്കെ ചെയ്തതും പോരാ, വീണ്ടും വീണ്ടും അടങ്ങുന്നില്ലല്ലേ നിനക്കൊക്കെ? അപ്പോൾ വേണ്ടാന്ന് വെക്കും തോറും നീയൊക്കെ ഞങ്ങളുടെ തലയിൽ കയറുകയാണല്ലേ. ഇനി അങ്ങനെ വിട്ടു തരുമെന്ന് നീ വിചാരിക്കണം? എൻ്റെ മീനാക്ഷിനെ ജയിലിൽ പോലീസ് സ്റ്റേഷനിലും കയറ്റി ഒരു ദിവസം അവിടെ ഇരുത്തി. അതേ അനുഭവം നിനക്കൊക്കെ ഉണ്ടാവണ്ടേ? ആര്യ മോനെ തുടങ്ങിക്കോടാ അങ്ങോട്ട് എന്ന് ബാലൻ അങ്ങോട്ട് പറയാട്ടോ. പറഞ്ഞ് കേട്ടില്ല. അതിന് ആലോകിനെ എടുത്തിട്ട് ഇടിച്ച് ചമ്മന്തിയാക്കണം കേട്ടോ. ആലോക് അവിടുന്ന് ഓടുന്നുണ്ട്. പക്ഷേ ആകാശും ധർമ്മനും കൂടെ ഓടിച്ചിട്ട് പിടിച്ച് ആലോകിനെ എടുത്തിട്ട് ചമ്മന്തി പരിവാക്കണം കേട്ടോ. അവിടെ എടുത്തിട്ട് അടിച്ച് ഇടിച്ചും ശരിയാക്കുന്നുണ്ട്, അലക്കി കളയാണ്. അത് തടയാനായിട്ടൊന്ന് ജോലിക്കാരുണ്ട് 2-3 പേര്, അവന്മാർക്കും എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അച്യുതനാണെങ്കിലും വിട്ടു കൊടുക്കുന്നുണ്ട്. ബാലനെ എടുത്തിട്ട് തിരിച്ചടിക്കുന്നുണ്ട്. പക്ഷേ ബാലന് അവിടെ നിന്ന് കമ്പെടുത്തിട്ട് ഇവിടെ അച്യുതനെ അടിച്ച് തള്ളിയിടാണ്ട് അവസാനം കലിയടങ്ങാണ്ട് അച്യുതൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാം, എടാ നീയൊക്കെ എന്താ വിചാരിച്ചത്? അടങ്ങും തോറും നീയൊക്കെ തലയിൽ കയറാമെന്ന് വിചാരിച്ചല്ലേ? എൻ്റെ കുടുംബത്തിൽ കയറി എൻ്റെ ആമ്പിള്ളേരെ വെറുതെ വിടുകൂടാ? പറ. ഞാനേ അവന്മാരെ അടക്കി നിർത്തിയതുകൊണ്ടാണ് നീയൊക്കെ ഇന്നും ഇവിടെ നെളിഞ്ഞ് നടക്കുന്നത്. ഇനി ഇതിനതുണ്ടാവും നീ വിചാരിക്കണ്ട എന്നും പറഞ്ഞ് അവിടെ ഒരു വലിയ ചുറ്റിക്കടപ്പുണ്ടായിരുന്നു കേട്ടോ. അതും കൂട്ട് എടുക്കുകയാണ് അച്യുതൻ്റെ തലമണ്ടയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. ഇതും കണ്ടുകൊണ്ട് ധർമ്മൻ ഓടി വരികയാണ്. എന്നിട്ട് അളിയാ വേണ്ട എന്നിങ്ങനെ പറയട്ടോ. അങ്ങനെ അച്യുതൻ്റെ മുഖത്ത് നോക്കി ഒരടിയും ചവിട്ടും കൂടെ അവസാനം കൊടുത്തിട്ട് ആ ചുറ്റിക എടുത്ത് അവിടെ എറിയാണ്. അത് കഴിഞ്ഞ് നേരെ പുറത്തേക്ക് വരണ്ട. അപ്പോഴാണ് നമ്മൾ അലോക് ആകാവശ്യനായിരിക്കുകയാണ്. അലോകിനിട്ട് വീണ്ടും പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തന്നെ ബാലൻ വന്നിട്ട് പറയാം, മോനെ വിട്ടുകളാ, ഇവൻ ഇനി ചത്തുപോവും, മതി, ഇവന് കിട്ടേണ്ടതെല്ലാം കിട്ടിയല്ലോ. എടാ അലോകെ,
നീയേ ഈ കുടുംബത്തിൽ കയറിയുള്ള നിൻ്റെ കളി അങ്ങ് നിർത്തിക്കോ. അച്ഛനും മോനും കൂടെ ഇനി ഇത് ആവർത്തിച്ചാൽ ഇതായിരിക്കില്ല. ഞങ്ങളങ്ങ് മിണ്ടാതിരിക്കുന്നു നീ കരുതിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അവസാനമായിട്ട് ഓരോന്ന് വിധം പറ്റിച്ചു കൊടുക്കണം കേട്ടോ. അവസാനം നമ്മുടെ അലോകിന് തീരെ ആവതില്ലാത്തൊരു രീതിയാവുകയാണ്. അങ്ങനെ ബാലൻ്റെ നിർദ്ദേശപ്രകാരം അവന്മാരെ എല്ലാവരും കൂടെ, അതായത് നമ്മുടെ ധർമ്മനും ആകാശും ആര്യനും കൂടെ അലോകിനെയും അച്യുതനെയും കൂടെ ഇടിച്ച് പഞ്ചറാക്കി അവിടെ ഇട്ടിട്ട് അവരങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.